ഹലോ അമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും മുസ്സലാം. അല്ല ഷാനിയെ, ഇജ്ജ് ഇങ്ങോട്ട് പോരണൊന്നുമില്ലേ? അവിടെ തന്നെ നിൽക്കുക? ഞാൻ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ, കൊറേ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. കുറച്ച് ദിവസം നിൽക്കാനോ? നല്ല കഥയായി. എന്നാൽ ഇപ്പം ഇവിടുത്തെ കാര്യമൊക്കെ ആരാ നോക്കുക? എന്നെക്കൊണ്ട് വിളക്കൊണ്ടൊന്നും നോക്കാൻ കഴിയില്ല, എനിക്കറിയില്ല. കുട്ടികളെ നോക്കണ്ടേ? ഇജ്ജ് എളുപ്പം ഇങ്ങോട്ട് വരാൻ നോക്ക്. ആയിക്കോട്ടെ. ഏറി എന്നാ അന്നും കൂടി അപ്പം തന്നെ 3 ദിവസമായി. നാളെ എന്തായാലും ഇങ്ങോട്ട് പോരുട്ടോ. ഞാൻ വരാം. ഇജില്ലാത്തോണ്ട് തിരുമ്പലും തുടക്കലും ഒന്നും നടന്നിട്ടില്ല. ഒക്കെ ഇവിടെ കൂട്ടിയിട്ടിക്കുകയാണ്. ഇജ് വന്നിട്ട് വേണം ഒക്കെ ചെജ്ജാനും കാട്ടാനൊക്കെ. കുട്ടികളെ നോക്കണം. ഇജ് എളുപ്പം വാ. ആയിക്കോട്ടെ. എന്നെക്കൊണ്ട് ഇനി വിളിപ്പിച്ചാൽ നിൽക്കരുത്. നാളെ വേഗം പോന്നോണ്ടി. ഞാൻ വെക്കുക. ചിലപ്പോ എന്താ ഒരവസ്ഥയാണിത്. അവിടെ പോയി കെട്ടി മാറിയാണല്ലോ. അവരോടൊപ്പം ആരും കേൾക്കാനില്ല. പണിയെടുത്ത് പണിത്ത് ഞാൻ ഒരു ഇതായി. നോക്കട്ടെ. ഷാന, വിജയന് ഇത് രാവിലെ തന്നെ എടുക്ക പോയിരുന്നത്? അത് എനിക്കൊരു ചെങ്ങായിനെ കാണാണ്ടേനി. അതെ, പിന്നെ രാവിലെ തന്നെ ഓടിയത്. ചോറ് വെച്ചോ? ആ, കഴിച്ചിക്കണ്. അല്ല, ഇജ്ജ് എന്നാ അങ്ങോട്ട് പോകണത്? ഞാന് ഈ ഒരാഴ്ചയൊക്കെ ഇവിടെ നിന്നിങ്ങാണ്ട് പോകാ വിചാരിച്ചിങ്ങാണ്ട് അങ്ങനെ വന്നേന്. കൊറേ ആയില്ലപ്പൊ ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ. അങ്ങനെ വിചാരിച്ചിങ്ങാണ്ട് പോന്നതേനി. ഇപ്പൊ ഉണ്ട് അവിടുന്ന് വിളിച്ചിങ്ങാണ്ട് പറയണം അവിടെ പണിയെടുക്കാൻ എന്തിനൊന്നും ആരില്ല, ഞാൻ ചെല്ലാൻ പറഞ്ഞങ്ങാണ്ടൊക്കെ. ഏതായാലും ഒന്നും കൂടി നിന്നിങ്ങാണ്ട് നാളാണ്ട് പോകാന്ന് കരുതുന്നുണ്ട്. നാളെ പോകുക? അളിയാൻ വരുവിക്കാറില്ലേ കൊണ്ടുപോകാന്? അതറിയില്ല, വിളിച്ചോക്കണം. വരുവിക്കാറ്. പിന്നെ ഷാനോ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തേ? എന്താ അറിയടാ, അവിടെ ഭയങ്കര ഇടങ്ങേറാക്കല്ല. നാത്തൂനും ഉണ്ടല്ലോ, ഈ നാത്തൂനും കൂടി ഇന്നിട്ട് എത്തും കാട്ടാൻ ബാക്കില്ല. കുട്ടികളൊക്കെ നോക്കുന്നതിന്റെ പുറമെയാണെങ്കിൽ പണി ഇങ്ങനെ എത്തിച്ചു കൊഴഞ്ഞേക്കണ്. ഞാൻ അമ്മാനോട് വന്ന് പറഞ്ഞു, അമ്മ കേക്കണില്ല എന്റെ അവസ്ഥ. നീ തുടങ്ങണുണ്ടോള്? എങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എന്ത് കുന്തം മനസ്സിലാക്കണമെന്ന് വെച്ച് പറയുന്നത്? ഇജ്ജ് ഇവിടെ അഭിനയിച്ചും കാട്ടിയും കണ്ട് ഇവിടെ നിക്കാൻ നോക്കണ്ടോ. അത് ഏതായാലും നടക്കൂല. അങ്ങോട്ട് പോവാൻ നോക്കിക്കോയാ. അതിവിടെ നിക്കാൻ വേണ്ടി അഭിനയിക്കും കാട്ടൊന്നല്ല. എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? അതിന്റെ ആദ്യത്തത് ഒഴിവാക്കി കണ്ടിച്ച് കെട്ടും കെട്ടി ഇവിടെ വന്ന് നിന്നപ്പോഴേ ബാക്കിയുള്ളവരാണ് അതിനുള്ളതൊക്കെ അനുഭവിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനി ഇജ്ജ് ഇടങ്ങേറാക്കാൻ അങ്ങോട്ട് വരില്ലേ. എങ്ങനെയൊക്കെയോ ശരിയാക്കിയതാണ് ഇപ്പൊ ഈ കല്യാണം. ഉമ്മ ഇവിടെ അടുക്കളയിൽ എവിടെയാന്ന് തോന്നുന്നുണ്ട്. ഉമ്മാനോട് പറഞ്ഞോളെ ഞാൻ ബാക്കിയൊക്കെ. അന്റെ കണ്ണീരം കണ്ട വികാന്നാ മതിയേനിമ്മ. വല്ലാത്തൊരു ഇടങ്ങേറ ഈ പെണ്ണിനെ കൊണ്ട്. കയറണില്ലേ? അതിനെ ഉമ്മാനൊന്ന് കാണട്ടെ. ഉള്ള സമാധാനം കൂടി കളഞ്ഞ്. മാ മാ ആണെങ്കിലും ഒന്ന് മനസ്സിലാക്കും വിചാരിച്ച് പറഞ്ഞു. ഇതിന്റെ പേരിൽ എന്തൊക്കെയാ എനിക്ക് കേൾക്കണാവോ അറിയില്ല. ഒരവസ്ഥ ആരുമില്ലല്ലോ മനസ്സിലാക്കാൻ. ആരോടാണപ്പോ ഞാൻ പറയാം? ഇതിലാണ് നല്ലത് ആദ്യത്തേന്. അവിടെ എത്രയായിരുന്നു ഏതായാലും നാളെ പോകുന്നൂടി ഇവിടെ നിക്കട്ടെ. ഇമ്മ ഇമ്മ. എന്താ ഷാനോ? അല്ലമ്മ, എത്താ ഷാനി മനസ്സിലാക്കിക്കണത്? പിരാന്ത് കടിച്ചിട്ടത്. കാര്യം എത്താച്ചാ പറയും. ഓക്ക് ഇപ്പൊ ഇതും മടുത്തിക്കണ്. നീ ഇതും കൂടി ഒഴിവാക്കി ഇവിടെ വന്ന് നിക്കണം. അതന്നെ അതിനു വേണ്ടി ഇന്നോട് കൊറേ കെഞ്ചി പറഞ്ഞ്. ഇച്ച് എല്ലാം കൂടി നട്ടപ്പിരാന്ത് വരുന്നുണ്ട്. നിങ്ങളാ പറഞ്ഞാ മതി ഇതിനൊക്കെ. നിങ്ങളാണ് നോക്ക് നല്ലോണം വളം വെച്ച് കൊടുക്കണതിനൊക്കെ. എന്ത് വളം വെച്ച് കൊടുക്കണെന്ന് ഇത് കാര്യം അറിയാതെ എന്റെ അടുത്ത് വെറുതെ ചൂടാകാൻ വരരുത് കേട്ടോ. ഓള് നേരത്തെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ കാര്യം. ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞറിയാം, പെണ്ണുങ്ങളായ ഇങ്ങനെയൊക്കെ തന്നെ കാര്യം അവിടെ എന്തെങ്കിലും പിടിച്ചു നിൽക്കും കാട്ടും ചെയ്യാനാ. ഓള് ഇങ്ങനെ പറഞ്ഞു നീ അവിടെ വന്ന് നിർത്തുന്ന എനിക്ക് തോന്നുന്നു. ഇത്രങ്ങോന്ന് ഗതിയിട്ടിട്ടോ ഒന്ന് ശരിയായത്. നിങ്ങൾ ഓളെ വർത്താനം കേൾക്കാൻ നിക്കണ്ടോ. ഓളത്തെ വെച്ച കാട്ടിക്കോട്ടെ. ഞാൻ കേൾക്കാനൊന്നും നിക്കണില്ല. ഈ പെണ്ണിനെ കൂടെ മനസ്സ കുടുങ്ങിക്കണത്.
എന്തൊരു ഇടങ്ങാറാക്കലാണെങ്കിൽ വെറുമ്പോട്ടോള് ഇതിനായിട്ട് ഇറങ്ങിക്ക. ഇങ്ങനെയാണ് ഇങ്ങോട്ട് വരണ്ടേന്നല്ലേ ഇനി പെണ്ണ്. ഞാനും ഇത് കേട്ട് പന്തം വിട്ടു. മയത്താണിത് ഇങ്ങനെ. ചെറിയപ്പോ എന്റെ അടുത്ത് വന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം തന്നെ ഇത്. എങ്ങനെങ്കിലും ഇവിടെ അടിച്ചു കെട്ടി നിക്കണം. അതിനാണ് ഓക്കുള്ള ഞാൻ കൊടുക്കാം. എവിടോള് മനസ്സിനൊരു സ്വൈര്യം തരാത്തൊരു സാധനം. വല്ലാത്തൊരു ഇടങ്ങാറ്. ഒരു ഷാനിയെ ഷാനിയെ ആ എന്താ അമ്മ? അല്ല എനിക്ക് എന്റെ മാപ്പിളിന്റെ ആടന്നേ ചെല്ലാൻ പറഞ്ഞ ഇങ്ങോട്ട് ഫോൺ വന്നു. ആ വിളിച്ചീന് എന്നോട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ആരും നോക്കാനും പണിയെടുക്കാനൊന്നും ആരില്ല. ഞാൻ ചെല്ലാനൊക്കെ പറഞ്ഞു വിളിച്ചീന്. എന്നിട്ട് ഇജ്ജ് എപ്പളാ പോകുന്നത്? ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് നാളെ പോകാ വിചാരിച്ചു നിൽക്കുക. നാളെ എനിക്ക് ഇന്ന് ചെല്ലാൻ പറഞ്ഞാണ്ട് കാരെ പോലും വിളിച്ചിക്കുക. ഇജ്ജെത്തിന് നേരം വെക്കുന്നത് ഇന്ന് എന്നെ പൊയ്ക്കോ നീ. എന്താ മങ്ങളിങ്ങനെ? പിന്നെ ഇജ്ജ് ഷാനുവിനോട് എത്തൊക്കെയാ പറഞ്ഞത്? അവിടുത്തെ എല്ലാ ഇടങ്ങാറും എടുത്തുങ്ങാണ്ട് ഓൻ്റെ അടുത്ത് പോയി പറഞ്ഞോ? ആ പറഞ്ഞു. എന്റെ പെണ്ണെ ഇജ്ജ് കുറച്ചെങ്കിലും ഒരു സ്വൈര്യം തരും എനിക്ക്. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഇതൊന്നും നടക്കൂലെന്നുള്ളത്. ഇജ്ജ് ഇനി ഓരോരുത്തരടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓലൊക്കെ ജീവിതം വെച്ച ജി കളിച്ചിട്ടുണ്ട്. അന്ന് ചെയ്താലും ഇവിടെ ഞങ്ങൾ നിർത്തും ജി കരുതണ്ട. ഇജ്ജ് അവിടെ പോയിങ്ങാണ്ട് എന്താ വെച്ചാ കാട്ടുകാക്കൊക്കെ ചെയ്യും. ഇങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞില്ല നേരത്തെ എന്നോട്? പെണ്ണുങ്ങളെ അതൊക്കെ സഹിച്ചും കാട്ടൊക്കെ മാണ്ടി വരും. ഓ എന്റെ അടുത്ത് വന്ന് കടിഞ്ഞെത്തും പറയാൻ പാടില്ല. ഈ പെണ്ണ് മനസ്സിനിട്ട് ഇടങ്ങേറാക്കാനായിട്ട്. ആരെങ്കിലും ഒന്ന് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ കെഞ്ചി കെഞ്ചി നടക്കുന്നത്. നിങ്ങളൊക്കെ വന്ന് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷാനുവിന്റെ അടുത്ത് പോയി ഇങ്ങോട്ട് പറഞ്ഞത്. എത്താപ്പ എനിക്ക് അവിടെ എനിക്ക് സുഖം കൂടിയിട്ടാണടി ഇക്കൊല്ലത്ത് കാട്ടുന്നത്. മനസ്സിനൊട്ട് ഇടങ്ങാറാക്കാനായിട്ട്. ജേ എന്തൊക്കെയാ എടുക്കാനുള്ള വെച്ചാല് മാറ്റും കാട്ടൊക്കെ ചെയ്താ പോയിട്ട് ഒക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്തൂടെ. ഞാൻ പോകാൻ നോക്ക്. ഇനി ഇവിടെ ഒന്നും കണ്ട അവിടെയും കൂടി ഒരു ഇതുണ്ടാക്കാൻ വെജ് അല്ലെങ്കിൽ തന്നെ. ആർക്കും അറിയണ്ടല്ലോ, എല്ലാവർക്കും അവനാന്റെ കാര്യമല്ലുള്ളൂ. ആ അതന്നെ ഞാൻ പറയുന്നത്, വേഗം പോകാന്. അതായത് ഇവിടെ നിൽക്കുന്നതിനൊന്നും ഉണ്ടായിട്ടൊന്നല്ല. ഇത് വെറുതെ തിന്ന് തല പെരുപ്പിച്ചലിച്ച് അല്ലെങ്കിലേ ഈറടിച്ച് വരാനാണ്. അവളെ തൊള്ളിയിലോ മൊത്തം കേട്ടിക്കണേ. ഇത് ഇവിടെ നിൽക്കണോണ്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് പറഞ്ഞ എത്ര പറഞ്ഞാലും തിരിയില്ല. ആ ഞാൻ പോയിക്കോണ്ട് ഇന്ന് തന്നെ പോയിക്കോളാം. ഇത് വേഗം എന്തൊക്കെ എടുക്കാനുള്ള വെച്ചാ പോയി എടുക്കാൻ നോക്ക്. ഞാൻ മാറ്റാൻ നോക്കിക്കൂട്. ആ ഞാൻ പോകന്നെ, ഇവിടെ നിക്കണൊന്നുമില്ല. നിങ്ങളെല്ലാരും സന്തോഷമായിട്ട് ജീവിക്കും. വേറെ എന്തേരാ ചെയ്യാ? എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തുടങ്ങിക്കോളോള്. ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഒമ്പട്ടൊന്ന് മനസ്സിനെ ഇടങ്ങാറാക്കാനായിട്ട് ഒരു സ്വൈര്യം തരില്ലാന്ന് വെച്ചാല്